നമസ്കാരം, ജോസുട്ടിയാണ്. ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൻ്റെ വാതിക്കൽ. എൻ്റെ പുറകെ കാണുന്നുണ്ടോ പാസ്പോർട്ട് സേവാ കേന്ദ്രം. കോട്ടയത്തെ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന് ശരിക്കും പാർക്കിംഗ് ഇല്ലായിരുന്നു. ഇപ്പം നല്ല അടിപൊളി പാർക്കിംഗ് ആക്കി വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ വീഡിയോ ഇടാൻ ഉദ്ദേശിച്ചത് അതല്ല. നല്ല അടിപൊളി ചായ കിട്ടുന്നൊരു കടയാണ് എടുത്തുണ്ട്. നമ്മുടെ ചേട്ടൻ നിൽക്കുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ ചേട്ടൻ ഇവിടെ നിൽപ്പുണ്ട്. ഇവിടെ വരുന്ന ആൾക്കാർ നിങ്ങൾ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ വരുമ്പോഴത്തേന് നിങ്ങൾക്ക് ചായ കടികളൊക്കെ ആയിട്ട് ചേട്ടൻ നിങ്ങളെ കാത്തിരിപ്പെടുന്നത് ഒന്ന് ഓർക്കുക കേട്ടോ. പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലേക്ക് തിരിയുമ്പോൾ തന്നെ ആ റോഡിൽ സൈഡ് വർഷങ്ങളായിട്ട്, ഇപ്പോൾ എത്ര വർഷമായി ഇവിടെ നമുക്കിവിടെ ആയിട്ട്? 10 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. ഞാനും ഏകദേശം അത്രയും വർഷം ചേട്ടനുമായിട്ട് ഇവിടെ പരിചയമുണ്ട്. കാരണം ഞങ്ങൾ അന്ന് ഇവിടെ ഇതിലെ പോകുന്ന സമയത്ത് നമ്മൾ ചായ കുടിക്കുന്നതാണ്. ഇന്ന് നമ്മൾ ചായ കുടിക്കാൻ വന്ന കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ കാര്യം ഇൻഫോം ചെയ്യാനാണ് ഈ വീഡിയോയുടെ. ഇവിടെ ഒരു ചായ കുടിച്ച ആൾക്കാരൊക്കെ ഒരു കമൻ്റ് ഇടുക കേട്ടോ. അങ്ങനെ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഒരു കാരണവശാലും നിങ്ങൾക്ക് കഴിക്കാൻ ആഹാരമോ കുടിക്കാൻ വെള്ളമോ കിട്ടാത്ത ഒരവസ്ഥ കോട്ടയത്തില്ല. അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും നമുക്കിവിടെ കോട്ടയത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കേട്ടോ ആ പാസ്പോർട്ട് സേവാ കേന്ദ്രം അവിടെ സ്ഥിതി ചെയ്യുന്നു. ഇതാണ് നമ്മുടെ തട്ടുകട. ചായ, കടികൾ, വെള്ളം, ഇങ്ങനെയുള്ള എല്ലാ സാധനവും കേട്ടോ. നല്ല ഇവിടെ ഒരു സാധനം ഉണ്ടാക്കി വയ്ക്കുന്നില്ല, ചൂടായിട്ട് അന്നേരം തന്നെ ചെയ്തെടുക്കുക.